രാവിലെ തന്നെ ഇവൻ നല്ല ഉറക്കമായി. അടുത്തതാണെങ്കിലോ അവിടെയും കിടന്നുറക്കം തന്നെയാണ്. പക്ഷേ അതിന് വല്ല കമ്പിയോ തൂണൊക്കെ മതി എൻ്റെ തല വെച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാനാണ് നമ്മൾ ഇറങ്ങിയത്. ഇവളുടെ പേരാണ് ആർച്ച. 3 വയസ്സായതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ ചപ്പാത്തി, ബ്രെഡ്, മുട്ടയുടെ മഞ്ഞക്കുരു അതൊക്കെയാണ് കൊടുക്കുന്നത്. ഇവൾക്ക് വായിൽ വെച്ച് കൊടുത്താൽ മാത്രമേ ഇവൾ തിന്നത്തുള്ളൂ. അതും ചെറുതാക്കി പീസാക്കി വെച്ചിരുന്നത്. ഭയങ്കര ചെല്ലമാണിത്. നമ്മൾ വായിൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് തിന്നത്തില്ല. അതെടുത്ത് ദൂരെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വയ്ക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളൊരു സ്വഭാവമാണിത്. എവിടെയെങ്കിലും കൊണ്ടുവന്ന് മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കുഴിച്ച് വയ്ക്കുക. അതൊക്കെ യൂഷ്വലി അത് കാണിച്ച് വരാറുണ്ട്. പിന്നെ കുറച്ച് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര സങ്കടമാണ്. അവിടെ കിടന്ന് ഇങ്ങനെ നമ്മുടെ അടുത്ത് മൈൻഡ് ചെയ്യാതെ അവിടെ കിടപ്പ്, അതൊക്കെയാണ് ഇതിൻ്റെ പണി. ഇവൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇട്ട് കൊടുത്താലും തിന്നോളും, ഒരു പ്രശ്നമില്ല. കണ്ടില്ലേ, ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ജലസാവും. അങ്ങനെ വീട്ടിൽ കിടന്ന അടുത്ത ആഫ്രിക്കൻ ലവ് ബേർഡ്സിന് നമ്മൾ തീറ്റ കൊടുക്കുകയായിരുന്നു. ഇതിൻ്റെ അകത്ത് 8 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം വന്നിട്ട് പറന്നുപോയി. കൂടിൻ്റെ ഇത് കടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ അത് പറന്നു പോവുമായിരുന്നു. പിടിക്കാൻ കിട്ടിയില്ല ആ സമയം. എന്തായാലും നമ്മളിപ്പോൾ നല്ല ഒരു പുതിയൊരു സംഭവം മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഒരുമിച്ച് പോയിരുന്നു തിന്നും. അടുത്ത നമ്മൾ താറാക്കുട്ടന്മാർക്ക് തീറ്റ കൊടുക്കാനുള്ളതായിരുന്നു. അതിന് നമ്മൾ വാട്ടർ മെലൺ 4ആയിട്ട് കീറി അതിൻ്റെ ഒരു പീസ് നമ്മൾ കൊണ്ടുവന്ന് മുകളിൽ കൊണ്ട് വെച്ച് കൊടുക്കുകയാണ്. ഇന്നലെ എത്തത് കൊണ്ട് തന്നെ 2 എണ്ണം അത് തിന്ന് തീർത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാട്ടറും അതേപോലെ തന്നെ പ്രീ സ്റ്റാർട്ടറിൻ്റെ അത് മാറ്റിയായിരുന്നു. അതെല്ലാം മാറ്റി ക്ലീൻ ചെയ്തു. പേപ്പർ നമുക്കിപ്പോഴേ മാറ്റാൻ പറ്റില്ല, കാരണം പേപ്പർ ഇന്നലെ മാറ്റിയതാണ്. അത് ആ വെള്ളത്തിൻ്റെ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ബൾബ് ഇട്ട് കൊടുത്തത്. ബൾബിൽ കിടക്കുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല, അത് പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വെളിയിറങ്ങി നമ്മുടെ നേരത്തെ വെച്ച ഇൻക്യുബേറ്ററിൻ്റെ അടുത്ത് പോയി. അതിപ്പം 7ാമത്തെ ദിവസമാണ് ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ക്യാൻഡിൽ ചെയ്യാനുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ പുറത്തിറങ്ങി. അവിടെ കുറച്ച് കറ്റാർ വാഴയുണ്ട്, അതിൽ വെള്ളം ഒഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അതെല്ലാം നോക്കിയപ്പോഴത്തേക്ക് മുകളിൽ നോക്കിയപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒഴിക്കേണ്ടതെന്ന് വിചാരിച്ചു. എന്തായാലും മഴ പെയ്യട്ടെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ താറാവിനെ ഒന്നും പുറത്തിറക്കിയിട്ടില്ല. താറാവിനെ പുറത്തിറക്കാനുള്ള പ്ലാനില്ല. അങ്ങനെ കോഴിക്കൂട്ടി കയറുകയാണ്. കോഴിക്കൂട്ടി കയറി അവിടെ കയറിയപ്പോഴത്തേക്കാണ് ഞാൻ കാണുന്നത് എല്ലാത്തിനും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ ചട്ടിക്കകത്തൊന്നും കൊത്തി തിന്നണം, അതേപോലെ തന്നെ കയ്യിൽ നിന്നും വാരി തിന്നായിരുന്നു. അപ്പം പിന്നെ എനിക്കൊരാഗ്രഹം, ഞാനും ഒന്ന് കയ്യിലൊന്ന് ഫുഡ് വെച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാനും ഒന്ന് കയ്യിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അതിന് ഇഷ്ടപ്പെട്ട് അത് വന്ന് കൊത്തി കഴിച്ച് എൻ്റെ കയ്യിലൊരു കൊത്ത് കിട്ടി. പിന്നെ താറാവിനാണെങ്കിൽ തിന്നുകയും സമ്മതിക്കത്തില്ല, എന്നാൽ അതിനും വേണ്ട. അങ്ങനത്തെ ഒരു സ്വഭാവം പിടിച്ച ഒരു താറാവ്. മണിത്താറാവിന് ഭയങ്കര ഒരു വല്ലാത്തൊരിത്. അത് കഴിഞ്ഞ് പിന്നെയും കോഴി വന്ന് കയ്യിൽ വന്ന് കൊത്തി. അതെല്ലാം പിന്നെ പോയി. വെളിയിൽ നല്ലൊരു മഴക്കോളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ താറാവിനെ പിടിച്ച് പുറത്താക്കിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഗൂസിനെന്തോ വട്ടളവിയതുപോലെ 2 എണ്ണം കൂടെ അങ്ങോട്ട് വിളിച്ച് ഓടാടി തുടങ്ങി. എല്ലാത്തിനെയും കൊത്തി ഓട്ടിപ്പും അങ്ങനെ എല്ലാം കൂടെ. ഇത് കണ്ടിരിക്കാൻ നല്ലൊരു രസമാണ്. രാവിലത്തെ ഒരു വ്യൂ ഇതാണ് എന്നും ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ശബ്ദമെന്ന് വെച്ചാൽ തന്നെ ഒരു 4-5 വീടെങ്കിലും കേൾക്കും, അത്രയ്ക്ക് വിളിയാണ്. ഇതുങ്ങളുള്ളതുകൊണ്ട് പിന്നെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, അതിങ്ങനെ ഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശബ്ദം ഉണ്ടാക്കിയാണ് ഇത് വിളിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ മഴ പെയ്യാണ്ടി തുടങ്ങി. നമ്മുടെ ഗൂസാണെങ്കിൽ അടയിരുന്നിട്ട് ഇന്ന് ഏകദേശം 30 ദിവസമൊക്കെ ആയി. നാളെ മറ്റന്നാളോ അത് വിരി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,